ഹേ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തരാം. ഐ എം ജോസ്ന, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്റെ ഇൻസ്റ്റ ഐ ഡി നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോയി ചെക്ക് ചെയ്യാൻ. നമ്മൾ ഓൾ കേരള നമ്മൾ ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വെഡിങ്ങിന് ഡ്രീം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കൂ. നമ്മൾ സെറ്റാക്കി തരുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു 2-3 വീഡിയോസിന് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ട്രാൻസ്ഫർ പ്രൂഫ്, ടച്ച് പ്രൂഫ് മേക്കപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു ട്യൂട്ടോറിയൽ ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ചെയ്ത ഹെയർ സ്റ്റൈൽ ആണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിന്റെ ട്യൂട്ടോറിയൽ വേണമെന്ന്. സോ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽസും ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽസ് ഒക്കെ വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേക്കപ്പിനെ കുറിച്ച് പഠിക്കാനും ഹെയർ സ്റ്റൈലിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും പോയി വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഹ്യൂമൻ ഹെയറിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഡമ്മിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഡമ്മി അത്യാവശ്യം കുറച്ച് പഴയതാണ്. അതേപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടണമെന്നില്ല. സോ നിങ്ങൾ ടെക്നിക്കുകൾ ശ്രദ്ധിക്കുക, അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രൈഡ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനൊക്കെ നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ക്രിംപ് ചെയ്യുമല്ലോ, ഹെയർ ആദ്യം ഒന്ന് ക്രിംപ് ചെയ്യുമല്ലോ. അപ്പം എൻ്റെ ഡമ്മി ഓൾറെഡി ക്രിംപ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ക്രിംപ് ചെയ്യുന്നില്ല. അപ്പം ക്രിംപ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യാൻ മറക്കരുത്. ഇത് ബി ബ്ലെൻഡിന്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ഹീറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടി സ്മൂത്തനായിട്ടൊരു ഫിനിഷിങ് കിട്ടുന്ന ഒരു ഫീൽ ചെയ്യാറുണ്ട്. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. നമ്മൾ എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ ഇയർ ടു ഇയർ സെക്ഷൻ നമ്മൾ എല്ലാ സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ലൊരു സെന്റർ പാർട്ടീഷൻ എടുക്കാം. ഡമ്മിയിലായിട്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സെന്റർ പാർട്ടീഷൻ ഒന്നും കിട്ടില്ല. എന്നാലും നമ്മൾ ഒപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇയർ ടു സെക്ഷൻ എടുക്കാം കേട്ടോ. ഇയർ ടു ഇയർ സെക്ഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ചെവിയുടെ തൊട്ട് ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെ ഒരു സെക്ഷൻ ആണ് കേട്ടോ ഇയർ ടു ഇയർ സെക്ഷൻ. അപ്പൊ ഈ സെക്ഷൻ എടുത്ത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാവേ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് സെക്ഷൻ എടുത്ത് കൊടുക്കണേ. ഇപ്പൊ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചല്ലോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ബാക്ക് സൈഡ് ആണ് ഈ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സെക്ഷൻ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇതേപോലെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാവേ. ഇപ്പൊ നമ്മള് 3 സെക്ഷൻ എടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ 2 ഇയർ ടു ഇയർ സെക്ഷൻ, ബാക്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ, അത്ര ഡിഫിക്കൽട്ട് ഒന്നുമില്ല. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ സെക്ഷൻ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാവേ. ഞാൻ നോർമലി ഹെയർ ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള റബ്ബർ ബാൻഡ് ആണ്. ഇത് ഞാൻ പറയുന്നത് ഡിസ്കോ റബ്ബർ ബാൻഡ് എന്നാ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. ഇത് അതിന്റെ കുറച്ച് കട്ടിയുള്ള ഇതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ 2 റബ്ബർ ബാൻഡ് എടുക്കുന്നു. ഇതിനിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കും കേട്ടോ. ക്രോസ് ചെയ്തിട്ട് 2ന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു ലൂപ്പ് ആക്കി എടുക്കും. എന്നിട്ട് നമ്മുടെ ബോബിൻ ഉണ്ടല്ലോ, ഇത് 2 സൈഡിലും ഇങ്ങനെ കയറ്റി കൊടുക്കും. അപ്പൊ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതേപോലെ ഇത് വെച്ചിട്ടാണ് ഞാൻ നോർമലി കെട്ടാറ്. അപ്പൊ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഒരു രീതിയിൽ ലൂസായി പോകത്തില്ല കേട്ടോ. നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഹെയർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഹെയർ സ്പ്രേ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്യാം. ഞാൻ ഇവിടെ അമ്മയിലായതുകൊണ്ട് സ്പ്രേ അധികം യൂസ് ചെയ്യുന്നില്ല. വീണ്ടും എനിക്ക് യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ നീറ്റായിട്ട് സ്പ്രേ കൊടുത്തിട്ട് ഒന്ന് കോംബ് ചെയ്തിട്ട് വേണം ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുണ്ടോ, ഈ ലൂപ്പിന്റെ ഈ സ്ലൈഡ് എടുത്തിട്ട് സെന്ററിൽ ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കുക. അതിൽ കൂടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഇത് ഇതേപോലെ താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ക്ലൈന്റിന്റെ തലയിൽ കുത്താതെ നോക്കണം.
ഞാൻ നേരെ അങ്ങോട്ട് കുത്താതെ ഒരു കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ, അപ്പം വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളും. അതേപോലെ ടൈറ്റും അവരോട് ചോദിക്കാം, ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കണം. കാരണം അതിനുള്ള ടൈം അവർ ഈ ഹെയർ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് ഇരിക്കുമ്പം ചിലപ്പോൾ കുറേയൊക്കെ തലവേദനയൊക്കെ എടുക്കും. അപ്പം അവർ കംഫർട്ടായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിപ്പം ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ ഏതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കമന്റിൽ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഷോർട്ട്സ്കോഫിന്റെ ടാഫ്റ്റിന്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്പർ 5 ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഫോൾഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന്റെ ബ്ലൂ ഉണ്ട്, ഞാൻ നോർമലി ബ്ലാക്ക് ആണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് നമുക്ക് ഈ സെക്ഷൻ കുറച്ചൊന്ന് ബാക്ക് കോംബ് ചെയ്ത്, അതായത് ഫ്രണ്ട് സെക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ബാക്കിൽ ഈ സെക്ഷൻ ജസ്റ്റ് ഒരു ചെറിയൊരു പഫ് നമുക്ക് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ ഞാനടുത്ത് മാറ്റിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ സെക്ഷൻ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് എടുത്തിട്ട് ഇതേപോലെ ഒരു സെക്ഷൻ എടുക്കാം. അടിയിൽ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അതനുസരിച്ച് വേണം ഓരോ ചെറിയ സെക്ഷൻ എടുത്ത് ബാക്ക് കോംബ് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന എനിക്ക് നോർമലി അത്ര താല്പര്യമില്ലാത്തൊരു കാര്യം. ഒരു നോർമൽ ഒരു നാച്ചുറൽ ഒരു ഹൈറ്റ് എനിക്ക് ഇഷ്ടമുള്ളൂ. സോ ഞാൻ അത്യാവശ്യം വലിയൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് നമ്മുടെ ഷോർട്ട്സ്കോഫിന്റെ തന്നെ വോളിയം പൗഡർ എന്ന് പറഞ്ഞൊരു പൗഡറാണ്. നമ്മൾ ബാക്ക് കോംബ് ചെയ്യാൻ നേരത്തൊക്കെ ജസ്റ്റ് കുറച്ചൊന്ന് ഇട്ടിട്ട് ബാക്ക് കോംബ് ചെയ്യുകയാണെങ്കിൽ ആ ബാക്ക് കോംബ് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും. നമ്മൾ സ്പ്രേ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ജസ്റ്റ് പൗഡർ ഒന്ന് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്ക് കോംബ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ ഡമ്മിയിലായതുകൊണ്ട് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതെനിക്ക് അടിച്ചെടുക്കേണ്ടതാണ്, ടാസ്ക് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യണം, നിങ്ങൾ ബാക്ക് കോംബ് ചെയ്തിട്ട് നിൽക്കുന്നില്ല എന്നാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ നമുക്കിനി നെക്സ്റ്റ് ഈ സെക്ഷൻ ഒരു സെക്ഷനും കൂടെ എടുക്കാം കേട്ടോ. ചെറിയൊരു സെക്ഷനും കൂടെ എടുക്കുന്നുണ്ട്. അതൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബാക്ക് കോംബ് ചെയ്ത സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ ഉണ്ടാവില്ല കോംബ് ചെയ്യാതെ, അപ്പൊ അത് ഒത്തിരി ബാക്ക് കോംബ് ചെയ്യണ്ട. കാരണം ബാക്ക് കോംബ് ചെയ്ത് നമുക്ക് ഇത്ര നീറ്റ് ആയിട്ട് ഇങ്ങനെ കോംബ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അടിയിലുള്ള 2 സെക്ഷന് ബാക്ക് കോംബ് ചെയ്യുക, മേളത്തെ സെക്ഷൻ വെറുതെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നീറ്റ് ആയിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ എത്രത്തോളം ഹൈറ്റ് വേണമെന്നുള്ളത്. അതേപോലെ ക്ലയന്റിന്റെ റെഫറൻസ് അനുസരിച്ചിരിക്കും എന്തോരം ബാക്ക് കോംബിങ് കൊടുക്കണം എന്നുള്ളത്. സോ ഞാൻ ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹൈറ്റ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. സോ അതുകൊണ്ടാണ് 2 സെക്ഷൻ ബാക്ക് കോംബ് ചെയ്ത്. നിങ്ങൾക്ക് എത്രത്തോളം വോളിയം വേണോ അത്ര അനുസരിച്ച് നിങ്ങൾ ബാക്ക് കോംബ് ചെയ്ത് സെക്ഷൻ എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ നീറ്റ് ആയിട്ട് കോംബ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് നീറ്റ് ആയിട്ട് കോംബ് ചെയ്തെടുക്കാനാണ് സ്പ്രേ അടിക്കുന്നതെങ്കിൽ ഒരു ഷൈനിങ് സ്പ്രേ കൊടുത്താൽ മതി. ഇതേപോലെ ഹാർഡ് ആയിട്ടുള്ള സ്പ്രേ കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഷൈനിങ് സ്പ്രേ കൊടുത്തിട്ട് ഒന്ന് നീറ്റ് ആയിട്ട് കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർഡ് സ്പ്രേ കൊടുത്താൽ മതി കേട്ടോ. ഇതിന്റെ തന്നെ ഷോർട്ട്സ്കോഫിന്റെ തന്നെ ഷൈനിങ് സ്പ്രേ കിട്ടും. ഒരു തോന്നുന്നൊരു പീച്ച് കളർ ബോട്ടിലാണ് തോന്നുന്നു, എന്റെ കയ്യിലുള്ള തീർന്നുപോയി. സോ നമുക്കിനി ഇതൊന്നും ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാവേ. സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് ഈ ഡോണറ്റ് ഫിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാം, ഇത് നമ്മള് ചെറുപ്പം മുതലേ നമ്മുടെ സ്കൂളിലൊക്കെ ഡാൻസിനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരുന്ന അറിയാത്തവർക്ക് വേണ്ടി. സോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഫുൾ ഹെയർ ഒന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് യൂപ്പിൻ ഉണ്ടല്ലോ, യൂപ്പിന് വെച്ചിട്ട് നമ്മൾ ഈ ഹെയറും ഈ ഡോണറ്റും കൂടെ നന്നായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലൂസായി പോകാത്ത രീതിയിൽ കേട്ടോ. കണ്ടോ, വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഹെയർ, നിങ്ങളിപ്പോ ഒരു വെഡിങ് ലുക്കിനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇതേപോലെ വട ഒന്ന് കവർ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് വെച്ചാൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ മുല്ലപ്പൂ ഉല്ലാസം ഞാൻ ചെറിയൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. ഈ ഹെയർ സ്റ്റൈൽ നമുക്ക് ക്രിസ്ത്യൻ വെഡിങ് ലുക്കിന്, റിസപ്ഷന്, ബ്രൈഡ്സ്മെയ്ഡ്സിനൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണ് കേട്ടോ. സോ നമ്മൾ ചെറിയൊരു സെക്ഷൻ ഇങ്ങനെ എടുക്കുന്നു.
എന്നിട്ട് ആ സെക്ഷൻ രണ്ടായിട്ട് എടുക്കുന്നുണ്ടോ. ഇത് ഫ്രിസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഹെയർ, അതായത് നിങ്ങളുടെ ക്ലൈന്റിന്റെ ഹെയർ ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൈനി സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നീറ്റ് ആയിട്ട് വരും. അത് എൻ്റെ രണ്ട് സെക്ഷനും ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇവിടുത്തെ ഹെയർ നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ഹെയറിലേക്ക് ഫിക്സ് ചെയ്യാവേ. ഇത് ഫുള്ള് ചെയ്ത് തരുന്നത് നല്ല രസമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ അടുത്ത സെക്ഷൻ എടുക്കാവേ. ഹെയറിന്റെ തിക്നെസ് അനുസരിച്ച് സെക്ഷൻ എടുത്താൽ മതി. നല്ല കട്ടിയുള്ള ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ സെക്ഷൻ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് ഇങ്ങനെ രണ്ടാമത് ലൂസ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് അത് മര്യാദയ്ക്ക് വരത്തുള്ളൂ. ഇത് മനസ്സിലാവുന്നതൊക്കെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അതിനായിട്ട് കറക്റ്റ് സെൻറ്റർ പോർഷൻ എടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ നോസിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടും. സെൻറ്റർ സെക്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഹെയർ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടൈമിൽ വേണം ഹെയർ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മളിനി ഇവിടുന്ന് ചെറിയൊരു സെക്ഷൻ എടുക്കാം. ഇപ്പൊ സെൻറ്റർ സെക്ഷൻ എടുത്തു, അതിന്റെ ഇത്രയും രീതിയിൽ ജസ്റ്റ് ഇപ്പുറത്തെ ഒരു സെക്ഷൻ കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ സെക്ഷൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ലൈറ്റായിട്ട് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇനി ഒരു സെക്ഷൻ കൂടെ എടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഹെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിങ്ങനെ ഇങ്ങോട്ട് വെക്കുക. ഈ സെക്ഷൻ നമ്മളത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സെക്ഷൻ ഇപ്പുറത്ത് എടുക്കുക. അതും ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ട്വിസ്റ്റ് ചെയ്തതും കൂടെ ഒരുമിച്ചാക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. വേറെ ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുത്ത സെക്ഷൻ എടുക്കുക. ഈ സെയിം തന്നെ റിപ്പീറ്റ്. ഒന്ന് ബാക്ക് കോംബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അതായത് ഒരേപോലെ ഇങ്ങനെ ആയിപ്പോവും. ഇതാകുമ്പോൾ കറക്റ്റ് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് വീണ്ടും ഒരു സെക്ഷൻ എടുക്കുക. ഒന്ന് ചെറുതായിട്ട് ബാക്ക് കോംബ് ചെയ്യുക. കോംബ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ആദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് ഇരിക്കും. ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇപ്പുറത്തെ സൈഡ് ചെയ്യാവേ.
ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് നന്നായി നീറ്റായിട്ട് കൊടുക്കുക കേട്ടോ. വേണ്ടി ട്വിസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ ഒന്ന് ഇത് സെക്യൂർ ചെയ്ത് കൊടുക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോപ്പിൻ്റെ വെച്ചിട്ട് ഹെയർ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് യൂപ്പിനാട്ടോ യൂസ് ചെയ്യുന്നത്. യൂപ്പിന് ഡോണറ്റിലേക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അത് വേണ്ടി ഈ ബാക്കി വരുന്ന ഹെയർ ഉണ്ടല്ലോ, ഈ ബാക്കി വരുന്ന ഹെയർ വെച്ചിട്ട് വേണം നമുക്ക് ഈ സൈഡ് ഫില്ല് ചെയ്യാനും അടിയിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പം നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഒന്നിങ്ങനെ ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചുട്ടി ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ ചുട്ടിക്ക് പകരം ഒരു ഹെയർ ആക്സസറി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിടാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ചെയ്തിടാം, എന്ത് വേണം ചെയ്യാം. നമുക്കൊന്ന് കേൾ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പൊ ഞാൻ ഹെയർ കേൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് നമ്മുടെ ഐക്കോണിക്കിന്റെ കേളാണ് കേട്ടോ. ഇത് ഭയങ്കര നൂഡിൽസ് കേളല്ല, അതിന് കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ഇതാണ്. അതിന്റെ സൈസ് ഒന്നും ഇല്ല, ഇതെല്ലാം മാഞ്ഞു പോയി. ഐക്കോണിക്കിന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അത് നിങ്ങളുടെ ക്ലൈൻസിന് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ്, കേളാണെങ്കിൽ കേളി, വേവി ആയിട്ടാണെങ്കിൽ വേവി ആയിട്ട്, അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അധികം വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണ്. അത് ശ്രദ്ധിച്ച് നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡമ്മിയിൽ ചെയ്തതിനേക്കാളും നീറ്റായിട്ട് നിങ്ങൾക്ക് ഹെയറിൽ ചെയ്യാൻ പറ്റും. അതേപോലെ എന്തൊരു ഹിന്ദു വെഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് സാരി ലുക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ നല്ല. അതേപോലെ ഒരു നോർത്ത് ഇന്ത്യൻ ചുറ്റൊക്കെ വെച്ചിട്ടുള്ള ബ്രൈഡില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണ് കേട്ടോ. അതേപോലെ ഇനി ഫ്ലവർ ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ഫ്ലവർ ഇല്ല, സോ ഞാൻ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇനി ഏതെങ്കിലും ടൈപ്പിലുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് വേണോ, ഹെയറിന്റെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ഇടാവുന്നതാണ്. നമ്മൾ വരും വീഡിയോകളിൽ നിങ്ങളുടെ കമന്റ് പരിഗണിച്ച് നമ്മൾ അതേപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് പേജ് കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ മേക്കപ്പ് ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.